നമസ്കാരം. ഇറാനും അമേരിക്കയും യുദ്ധത്തിന്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി സൈനിക പാളയങ്ങൾക്ക് ബലം കൂട്ടുകയാണ് ഇരു രാജ്യങ്ങളും. അമേരിക്കയിൽ നിന്നുള്ള സൈനിക സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ തങ്ങളുടെ പ്രധാന ആണവ കേന്ദ്രങ്ങളെ കോൺക്രീറ്റും മണ്ണും ഉപയോഗിച്ച് ഭൂഗർഭ ബങ്കറുകളാക്കി മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇറാൻ എന്ന് പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയുടെ വിശകലന പ്രകാരം നയതന്ത്ര ചർച്ചകൾ തുടരുമ്പോഴും തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളെ വേഗത്തിൽ ബലപ്പെടുത്തുന്ന തിരക്കിലാണ് ഇറാൻ. ഇതിന്റെ ഭാഗമായി പാർച്ചിൻ സൈനിക സമുച്ചയത്തിലെ പുതിയ തലേഗൻ 2 എന്ന കേന്ദ്രം മണ്ണുപയോഗിച്ച് പൂർണ്ണമായും മൂടാനുള്ള നടപടികൾ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ടെഹ്റാനിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രത്തിന്റെ ഫെബ്രുവരി 13 ലഭിച്ച ചിത്രങ്ങൾ പ്രകാരം പ്രധാന ഘടനയ്ക്ക് ചുറ്റും കോൺക്രീറ്റ് കവചം നിർമ്മിച്ചതായി കാണാം. വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി ഈ കോൺക്രീറ്റ് ഉറച്ചതിനു ശേഷം കുന്നുകളിൽ നിന്ന് വലിയ തോതിൽ മണ്ണ് ഇതിന് മുകളിലേക്ക് മാറ്റുകയാണ്. ഈ പ്രക്രിയ പൂർത്തിയാകുന്നതോടെ ഇവിടുത്തെ പരിമിതമായ പ്രവേശന കവാടങ്ങൾ ഒഴികെ ബാക്കി ഭാഗങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ ബങ്കറുകളായി മാറുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് ഡേവിഡ് ആൽബ്രൈറ്റ് മുന്നറിയിപ്പ് നൽകുന്നു. ഫോർട്ടിഫിക്കേഷൻ നടപടികൾ പാർച്ചിനിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നും നഥാൻസ് ആണവ നിലയത്തിന് സമീപമുള്ള കൊലാങ് ഗാസ്ല പർവ്വതത്തിലെ തുരങ്ക കവാടങ്ങളും ബലപ്പെടുത്തുന്നതായി ഫെബ്രുവരി 10 ചിത്രങ്ങൾ വ്യക്തമാക്കും. വ്യോമാക്രമണങ്ങളുടെ ആഘാതം ആഗിരണം ചെയ്യുന്നതിനായി തുരങ്ക കവാടങ്ങൾക്ക് മുകളിൽ കോൺക്രീറ്റും മണ്ണും പാറകളും അധിക പാളികളായി വിന്യസിക്കുന്നുണ്ട്. ഇവിടെ യുറേനിയം സമ്പുഷ്ടീകരണം പോലുള്ള അതീവ രഹസ്യമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്നുണ്ടോ എന്ന ആശങ്കയും നിരീക്ഷകർ പങ്കുവയ്ക്കുന്നു. മുൻപ് അമേരിക്ക ബോംബാക്രമണം നടത്തിയ എസ്ഫഹാൻ ആണവ സമുച്ചയത്തിലും തുരങ്ക കവാടങ്ങൾ മറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ഫെബ്രുവരി 8 ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിനു പുറമെ പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പാർച്ചിനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ നവീകരിച്ചിട്ടുണ്ട്. 2025 ജൂലൈ മുതൽ ഉപേക്ഷിക്കപ്പെട്ട വിമാനവേദ പീരങ്കികൾ വീണ്ടും പ്രവർത്തനക്ഷമമാക്കിയതായും പുതിയ 2 സ്ഥലത്തുകൂടി അധികമായി വിന്യസിച്ചതായും റിപ്പോർട്ടിലുണ്ട്. പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഈ നീക്കങ്ങൾ പ്രതിരോധപരമാണോ അതോ ഭാവിയിലെ ആക്രമണ സാധ്യതകൾ മുന്നിൽ കണ്ട് ശക്തമായ സൈനിക തന്ത്രമാണോ എന്ന ചോദ്യമാണ് ലോകരാഷ്ട്രങ്ങൾ ഉന്നയിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത പുതിയതല്ല. എന്നാൽ മധ്യപൂർവേഷ്യയിലെ സംഘർഷപരമായ സാഹചര്യങ്ങൾ ശക്തമാകുന്നതിനിടെ ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും മുൻനിരയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഭൂഗർഭത്തിലേക്ക് മാറ്റപ്പെടുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വന്നത് അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസികളെയും പാശ്ചാത്യ ശക്തികളെയും ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധാരണ സുരക്ഷാ വികസനങ്ങളെക്കാൾ വ്യാപകമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. കട്ടിയുള്ള കോൺക്രീറ്റ് പാളികളും നിരവധി മീറ്റർ മണ്ണുപാളികളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഭൂഗർഭ ബങ്കറുകൾ വ്യോമാക്രമണങ്ങളെയും മിസൈൽ ആക്രമണങ്ങളെയും ചെറുക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ എന്ന് വിലയിരുത്താം. ഇതിലൂടെ ഇറാൻ തങ്ങളുടെ ആണവാടിസ്ഥാന സൗകര്യങ്ങളെ നേരിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇറാന്റെ വാദം വ്യക്തമാണ്. തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ഊർജോൽപാദനത്തിനായുള്ളതാണ്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും ഈ വാദത്തിൽ പൂർണ്ണ വിശ്വാസമില്ല. ആണവ സമ്പുഷ്ടീകരണ നിരക്കുകൾ ഉയരുന്നുവെന്ന റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര കരാറുകളിലെ പ്രതിബദ്ധതകളെ കുറിച്ചുള്ള സംശയങ്ങളും ഈ അവിശ്വാസം കൂടുതൽ ശക്തമാക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഭൂഗർഭ ബങ്കറുകളുടെ നിർമ്മാണം ഒരു തന്ത്രപരമായ സന്ദേശം കൂടിയാണ്. ഞങ്ങൾ തയ്യാറാണ് എന്ന സന്ദേശം മാത്രമല്ല, ഞങ്ങളെ ആക്രമിക്കുന്നത് എളുപ്പമല്ല എന്ന സൂചനയും ഇതിലൂടെ ഇറാൻ നൽകുന്നുവെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. മധ്യപൂർവേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ വേഗത്തിൽ മാറുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രതിരോധ നടപടികൾ പ്രദേശത്തെ ആയുധ മത്സരം കൂടുതൽ രൂക്ഷമാക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇറാന്റെ ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര ആണവ നിയന്ത്രണ സംവിധാനങ്ങൾക്കുള്ള വെല്ലുവിളിയും കൂടിയാണ്. ഭൂഗർഭത്തിൽ കൂടുതൽ ആഴത്തിൽ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ നിരീക്ഷിക്കുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നത് കൂടുതൽ പ്രയാസകരമാണ്. ഇത് സുതാര്യതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തും. ആണവ കരാറുകളുടെ ഭാവിയും നയതന്ത്ര ചർച്ചകളുടെ ദിശയും ഇതിലൂടെ ബാധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന ഘടകം പ്രാദേശിക രാഷ്ട്രീയമാണ്. മധ്യപൂർവേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ, പ്രോക്സി യുദ്ധങ്ങൾ, മതരാഷ്ട്രീയ വൈരങ്ങൾ, ശക്തി പ്രദർശനങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് ഈ പശ്ചാത്തലം രൂപപ്പെടുന്നത്. ഇറാൻ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ സമീപ രാജ്യങ്ങൾ അതിനെ ഭീഷണിയായി കാണുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് പുതിയ സൈനിക കൂട്ടുകെട്ടുകൾക്കും രഹസ്യ സഖ്യങ്ങൾക്കും വഴിവെക്കാനിടയാകും. ഇറാനും അമേരിക്കയും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുമോ അതോ നയതന്ത്ര പാതയിലൂടെ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുമോ എന്നത് അടുത്ത മാസങ്ങളിൽ വ്യക്തമാകും.